സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് കർണാടകയിലെ മൈസൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത്? മൈസൂരിലാണ്. ഏത് സംസ്ഥാനത്താണ്? കർണാടകയിൽ. കേരളത്തിൽ ട്രെയിനുകളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? കേരളത്തിലെ ട്രെയിനുകളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത എന്നത്. ഓപ്പറേഷൻ രക്ഷിത. കേരളത്തിൽ ട്രെയിനുകളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് ടാക്സി. പദ്ധതിയുടെ പേര് ഭാരത് ടാക്സി. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത്? ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് നെറ്റ്. പദ്ധതിയുടെ പേര് ഭാരത് നെറ്റ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് നെറ്റ്. ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബ്. ശ്രീനാരായണ ഗുരു രചിച്ച ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം? ശ്രീനാരായണ ഗുരു രചിച്ച ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ദൈവദശകമാണ്. ദൈവദശകം. എത്ര ഭാഷകളിലേക്കാണ് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്? 104 ഭാഷകളിലാണ് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരു രചിച്ച ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ദൈവദശകമാണ്. എത്ര ഭാഷകളിലാണ് എന്ന് ചോദിച്ചാലോ 104 ഭാഷകളിലേക്കാണ് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സാമൂഹ്യനീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായി മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. സാമൂഹ്യനീതി വകുപ്പ്, നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായിട്ട് മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായിട്ട് നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നിരാമയ. നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. കേരള സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരള സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പാറളമാണ്. തൃശ്ശൂർ ജില്ലയിലെ പാറളം ഗ്രാമപഞ്ചായത്താണ് പൂർണ്ണമായിട്ടും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. പാറളം ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി ചുമതലയേറ്റത്? CGA. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് ചുമതലയേറ്റത് TCA കല്യാണിയാണ്. TCA കല്യാണി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ബദലായി സ്വന്തമായി സമഗ്രമായ സംസ്ഥാന വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ബദലായിട്ട് സ്വന്തമായിട്ട് സമഗ്രമായ സംസ്ഥാന വിദ്യാഭ്യാസ നയം സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി SCP അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പൊ സ്വന്തമായി സമഗ്രമായ സംസ്ഥാന വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാട് ആണ്. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം? വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാ? ഒമാനാണ്. ഒമാൻ.
വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ഇന്ത്യക്കാരൻ ആര്? വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ ആദ്യ ഇന്ത്യക്കാരൻ ആര്? നാരായണ ഭട്ടതിരിയാണ് വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ ആദ്യത്തെ ഇന്ത്യക്കാരൻ നാരായണ ഭട്ടതിരി. 2025 നവംബർ 20 ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? 2025 നവംബർ 20 ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? നിതീഷ് കുമാർ ആണ്. അപ്പൊ ബീഹാർ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? നിതീഷ് കുമാർ ആണ്. ഇനി നിതീഷ് കുമാർ എത്രാമത്തെ പ്രാവശ്യമാണ് ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് എന്ന് ചോദിച്ചാൽ 10ാമത്തെ പ്രാവശ്യമാണ്. 10ാം തവണയാണ് നിതീഷ് കുമാർ ബീഹാർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റത്. യുണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി തെരഞ്ഞെടുത്ത നടി ആര്? യുണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായിട്ട് തെരഞ്ഞെടുത്ത നടി കീർത്തി സുരേഷാണ് യുണിസെഫിൽ ഇന്ത്യയിലെ അംബാസിഡർ. കീർത്തി സുരേഷ്. 2025 നടന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായത് ആര്? 2025 നടന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച കർണാടക സ്വദേശി ആര്? 216 മണിക്കൂർ തുടർച്ചയായിട്ട് ഭരതനാട്യം അവതരിപ്പിച്ച് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച കർണാടക സ്വദേശി വിദുഷി ദീക്ഷ വി ആണ്. വിദുഷി ദീക്ഷ വി. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്. മനുഷ്യനിൽ ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം. മനുഷ്യനില് ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ശ്വാസകോശം ആദ്യമായിട്ട് വിജയകരമായിട്ട് വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ. ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം കോമ്പൗണ്ട് ടീം ഇനത്തിൽ സ്വർണവും മിക്സഡ് ടീം ഇനത്തിൽ വെള്ളിയും നേടിയ രാജ്യം. ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം കോമ്പൗണ്ട് ടീം ഇനത്തിൽ സ്വർണവും മിക്സഡ് ടീം ഇനത്തിൽ വെള്ളിയും നേടിയ രാജ്യം ഇന്ത്യയാണ്. ലിബുലേഖ് ചുരം വഴി ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാരം പുനഃസ്ഥാപിക്കുവാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട ഭരണകൂടം. ലിബുലേഖ് ചുരം വഴി ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാരം പുനഃസ്ഥാപിക്കുവാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടത് നേപ്പാളാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി $1,00,000 കോടി $1 ട്രില്യൺ ആസ്തി കൈവരിക്കാൻ ഒരുങ്ങുന്ന വ്യക്തി ആര്? ഇലോൺ മസ്ക്. ലോക യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. മാധവ് ഗോപാൽ കാമത്താണ്. 18ാമത് ഇന്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡ് IESO 2025 നടന്നത് എവിടെയാണ്? 18ാമത് ഇന്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡ് നടന്നത് ജിന്നിങ്ങിലാണ്. ചൈനയിലെ ജിന്നിങ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹരിയാന. നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിട്ട് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഏത് കേസിലാണ്? നടപടിക്രമങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വധശിക്ഷ റിട്ട് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് വസന്ത സമ്പത്ത് ദുപാരെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. വസന്ത സമ്പത്ത് ദുപാരെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനായ ചിത്രം. വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനായ ചിത്രം ഭൂതലം. ചിത്രത്തിന്റെ പേര് ഭൂതലം. സംവിധാനം ചെയ്തത് ശ്രീകാന്ത് പങ്ങപ്പാട്ടാണ്. ശ്രീകാന്ത് പങ്ങപ്പാട്ട്. സിറ്റി ഓഫ് ലണ്ടൻ കോർപ്പറേഷനും ഇന്ത്യയുടെ പ്രധാന നയരൂപീകരണ സ്ഥാപനമായ നീതി ആയോഗും സംയുക്തമായി നടപ്പിലാക്കുന്ന സംരംഭം. സിറ്റി ഓഫ് ലണ്ടൻ കോർപ്പറേഷനും ഇന്ത്യയുടെ പ്രധാന നയരൂപീകരണ സ്ഥാപനമായ നീതി ആയോഗം സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന സംരംഭമാണ് യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് ബ്രിഡ്ജ്, UKIIFB. യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് ബ്രിഡ്ജ്. 2025 വിശ്വസുന്ദരി പട്ടം നേടിയത് ആര്? 2025 വിശ്വസുന്ദരി പട്ടം മിസ് യൂണിവേഴ്സ് ഫാത്തിമ ബോഷ്. 2025 എത്രാമത് വിശ്വസുന്ദരി മത്സരമാണ് തായ്ലാന്റിൽ നടന്നത്? 74ാമതാണ്. ഇപ്പൊ 2025 എത്രാമത് വിശ്വസുന്ദരി മത്സരമാണ് തായ്ലാന്റിൽ? എവിടെയാണ്? തായ്ലാന്റിലാണ് നടന്നത്. 74ാമത്തെ മത്സരമാണ്. വിശ്വസുന്ദരി പട്ടം നേടിയ ഫാത്തിമ ബോഷ് ഏത് രാജ്യക്കാരിയാണ്? മെക്സിക്കോയാണ്. മെക്സിക്കോ. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. ഓപ്പറേഷൻ ഷൈലോക്ക്. കേരളത്തിൽ നിന്നും ആദ്യമായി റെഡ് എലിഫന്റ് അവാർഡ് ലഭിച്ച ഡിസൈനർ. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് റെഡ് എലിഫന്റ് അവാർഡ് ലഭിച്ച ഡിസൈനർ മുഹമ്മദ് ഫർഹാൻ ആണ്. മുഹമ്മദ് ഫർഹാൻ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ഇന്ത്യയാണ്. 1ാം സ്ഥാനം ചൈനയാണ്. NRE നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായി ബോബ് ആസ്പെയർ എന്ന പേരിൽ ഒരു ഡിജിറ്റൽ ഓൺ ബോർഡിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് ബാങ്ക് ഓഫ് ബറോഡയാണ്. NRE അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായി ബോബ് ആസ്പെയർ എന്ന പേരിൽ ഒരു ഡിജിറ്റൽ ഓൺ ബോർഡിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് ബാങ്ക് ഓഫ് ബറോഡ. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. KSFE ആണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനമാണ് KSFE. നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സുശീല കാർക്കി. സുശീല കാർക്കി. 2023-24 ആർദ്ര കേരള പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് വെള്ളിനേഴിയാണ്. പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി പഞ്ചായത്തിനാണ് ആർദ്ര കേരള പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴിയാണ്, പാലക്കാട് ജില്ലയിൽ. ആർദ്ര കേരള പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പള്ളുരുത്തിയാണ്. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി. ആർദ്ര കേരള പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഒന്നും കൂടി നോക്കാം. 2023-24 ആർദ്ര കേരള പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് വെള്ളിനേഴിയാണ്. അതുപോലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി, മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം.
2025 നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2025 നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ജെയ്സ്മിൻ ലംബോറിയാണ്. ജെയ്സ്മിൻ ലംബോറിയ. ചൈനയിലെ നിങ്ബോയിൽ നടന്ന 2025 ISSF ലോകകപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം. ചൈനയില് നിങ്ബോയിൽ നടന്ന 2025 ISSF ലോകകപ്പില് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തില് സ്വർണ്ണ മെഡൽ നേടിയത് ഇഷ സിംഗ് ആണ്. ഇഷ സിംഗ്. നഗരപ്രദേശങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അമ്മമാർക്കും കുട്ടികൾക്കുമായി മലബാർ ഗ്രൂപ്പും ലോകാരോഗ്യ സംഘടനയുടെ ഇന്ത്യ ഓഫീസും തമ്മിലുള്ള സഹകരണത്തോടെയുള്ള പദ്ധതി. നർച്ചറിംഗ് ബിഗിനിങ്സ്. നർച്ചറിംഗ് ബിഗിനിങ്സ്. നഗരപ്രദേശങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അമ്മമാർക്കും കുട്ടികൾക്കുമായിട്ട് മലബാർ ഗ്രൂപ്പും ലോകാരോഗ്യ സംഘടനയുടെ ഇന്ത്യ ഓഫീസും തമ്മിലുള്ള സഹകരണത്തോടെയുള്ള പദ്ധതിയാണ് നർച്ചറിംഗ് ബിഗിനിങ്സ്. ഓഫ്ലൈൻ ക്ലാസുകൾ ഓൺലൈനായി ലഭിക്കാൻ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വികസിപ്പിച്ച പഠന പോർട്ടൽ. ഓഫ്ലൈൻ ക്ലാസുകൾ ഓൺലൈനായിട്ട് ലഭിക്കാൻ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വികസിപ്പിച്ച പഠന പോർട്ടലാണ് K-Learn. K-Learn. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTITTP. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹിയാണ്. അവസാനത്തെ ചോദ്യം, കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളം ഏത്? കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളം ന്യോമ. വ്യോമതാവളത്തിന്റെ പേര് ന്യോമ. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.